പണ്ട് ബ്രേക്കപ്പ് സോങ്സ് കേൾക്കുമ്പോൾ വേദനയാണെങ്കിൽ ഇന്ന് അതേ സോങ് കേൾക്കുമ്പോൾ നമുക്കൊരു തരം റിയലൈസേഷനാണ്. ഞാൻ അതും കടന്നു വന്ന് എത്ര സ്ട്രോങ് ആയി നല്ലത്. നമ്മളെ വേദനിപ്പിച്ച പഴയ ഓർമ്മകൾ ഒരു ഹിപ്നോതെറപ്പി സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് മായ്ച്ചു കളയാൻ പറ്റാറുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിൻ്റെ ഉത്തരം നമുക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല. പക്ഷെ അതിന് ചുറ്റിപ്പറ്റിയുള്ള ഇമോഷണൽ പെയിൻ, വെയിറ്റേജസ്, നമ്മുടെ ഇമോഷണൽ ചാർജസ് അതൊക്കെ റിലീസ് ചെയ്ത് പോകും. വീണ്ടും നമ്മൾ ആ മെമ്മറീസ് റീവിസിറ്റ് ചെയ്യേണ്ടി വന്നാലും അതേ ഇൻറ്റൻസിറ്റിയോടെ നമുക്ക് ഫീലിംഗ് ഇല്ലാതിരിക്കും. നമുക്കപ്പോൾ അതൊരു മെമ്മറി മാത്രമായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബ്രേക്കപ്പിൽ കൂടെ കടന്നു പോവാണെന്ന് വിചാരിക്കാം. ആ സമയത്ത് നമ്മൾ കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടിരുന്ന പാട്ടുകൾ, നമ്മൾ പോയിരുന്ന കഫേകൾ റീവിസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു തരം ഇമോഷണൽ ചാർജസ് വരാറില്ലേ? ചിലർക്ക് കരയാൻ തോന്നും, ചിലർക്ക് തൊണ്ട ഇടറും, ചിലർക്ക് ഒരു ചെസ്റ്റ് ഹെവിനെസ് ഒക്കെ തോന്നും. അത് ഗ്രീഫ് സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് ബോഡിയിൽ. നമ്മൾ ഒരു സേഫായ സ്പേസിൽ ഹിപ്നോസിസിൽ പോയിട്ട് ഈ എല്ലാ സിറ്റുവേഷൻ റീവിസിറ്റ് ചെയ്ത് എനിക്ക് എന്ത് ഫീൽ ചെയ്തു, ഞാൻ എന്തൊക്കെയാണ് ആ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയപ്പോൾ അനുഭവിച്ചത്, ഇത് ഓരോന്നായിട്ട് ഏറ്റവും സേഫായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഈ സിറ്റുവേഷനിലത്തെ ഇമോഷണൽ ബാഗേജസ് റിലീസ് ആവാൻ മാത്രമല്ല, ലേറ്റ് ഇൻ ലൈഫ് ആ കഫേയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ പാട്ടുകൾ വീണ്ടും കേൾക്കുമ്പോൾ ഞാൻ ആ ലെസൺസിൽ നിന്ന് എത്ര സ്ട്രോങ് ആയി എന്നുള്ള റിയലൈസേഷൻ ആയിരിക്കും എപ്പോഴും ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവുക. അപ്പം പണ്ട് ബ്രേക്കപ്പ് സോങ്സ് കേൾക്കുമ്പോൾ വേദനയാണെങ്കിൽ ഇന്ന് അതേ സോങ് കേൾക്കുമ്പോൾ നമുക്കൊരു തരം റിയലൈസേഷനാണ്. ഞാൻ അതും കടന്നു വന്ന് എത്ര സ്ട്രോങ് ആയി നല്ലത്. സോ ഒരിക്കലും ഹിപ്നോതെറപ്പി പോയിട്ട് മെമ്മറീസ് ഡിലീറ്റ് ആവല്ല, റീഫ്രെയിമാണ് ആവുന്നത്.